ഫ്രണ്ട്സ് UPSCയുടെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നാഷണൽ ഡിഫൻസ് അക്കാദമിയിലും അതുപോലെ നേവൽ അക്കാദമിയിലായിട്ടാണ് വേക്കൻസി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് അപേക്ഷ നൽകാനുള്ള യോഗ്യത എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ്. വേറെ യാതൊരുവിധ യോഗ്യതയും വേണ്ട. ജസ്റ്റ് +2 കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ +2 നിങ്ങൾക്ക് ഈ ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, അതുപോലെ കൊമേഴ്സ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, അതുപോലെ സയൻസ് കഴിഞ്ഞവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം എത്ര വേക്കൻസി എന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഏതൊക്കെ വിങ്ങിലാണ് വിളിച്ചിരിക്കുന്നവർക്ക് കാണാം. ആർമിയിൽ നമുക്ക് 208 വേക്കൻസി വിളിച്ചിട്ടുണ്ട്. അതിൽ 10 വേക്കൻസി ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ്. ദെൻ നേവിയിൽ നമുക്ക് 42 വേക്കൻസി വിളിച്ചിട്ടുണ്ട്. 6 വേക്കൻസി നമുക്ക് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ്. ദെൻ എയർഫോഴ്സിൽ തന്നെ 3 ബ്രാഞ്ചസ് ഉണ്ട്. അത് ഫ്ലൈയിങ്ങിൽ 92 വേക്കൻസി, അതിൽ 2 വേക്കൻസി ഫീമെയിൽ ആണ്. ദെൻ എയർഫോഴ്സിൽ നമുക്ക് ഗ്രൗണ്ട് ഡ്യൂട്ടീസ് ടെക് വിളിച്ചിട്ടുണ്ട്. 18 വേക്കൻസിയാണ്, അതിൽ 2 വേക്കൻസി ഫീമെയിൽ ആണ്. ദെൻ ഗ്രൗണ്ട് ഡ്യൂട്ടീസ് നോൺ ടെക് 10 വേക്കൻസിയാണ്, അതിൽ 2 വേക്കൻസി ഫീമെയിൽ ആണ്. പിന്നെ നമുക്ക് നേവൽ അക്കാദമിയിൽ +2 കാഡറ്റ് എൻട്രി സ്കീമാണ് അതിൽ വിളിച്ചിരിക്കുന്നത്. 34 ആണ്, അതിൽ 5 വേക്കൻസി ഫീമെയിൽ ആണ്. അങ്ങനെ ആകെ മൊത്തം 404 വേക്കൻസിയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വർഷത്തിൽ 2 പ്രാവശ്യം ഈ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാക്കി വെച്ചാൽ അടുത്ത പ്രാവശ്യങ്ങളിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതല്ല നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ അനിയന്മാരിലേക്ക് നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഈ പറയുന്ന ഇത്തരം എൻട്രി സ്കീമുകൾ നമുക്ക് ഈ പറയുന്ന ഡിഫൻസിലേക്ക് നമുക്കൊരു ജോലി താല്പര്യമുണ്ടെങ്കിൽ അതും നമുക്ക് ഉയർന്ന റാങ്കിൽ ജോലി ലഭിക്കുന്ന ആ ഒരു രീതിയിലേക്ക് നമുക്ക് എങ്ങനെയാണ് അതിലേക്ക് കയറാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ +2 ഒക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മൾ BTechോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കൊമേഴ്സ് കഴിഞ്ഞവരാണെങ്കിൽ BCom അതല്ല ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞവരാണെങ്കിൽ BA ഒക്കെ എടുക്കാൻ പോകും. അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു ഹയർ സ്റ്റഡീസ് എന്നുള്ള ലെവലിലാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഈ പറയുന്ന NDA അതായത് UPSCയുടെ NDA എക്സാമിനേഷൻ നിങ്ങൾ എഴുതി കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ പറയുന്ന നാഷണൽ ഡിഫൻസ് അക്കാദമിയിലും അതുപോലെ നേവൽ അക്കാദമിയിലൊക്കെ നിശ്ചിതമായുള്ള ട്രെയിനിങ് ലഭിക്കുകയും അത് കൂടാതെ ആ ട്രെയിനിങ് സമയം തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന നമുക്ക് നിശ്ചിതമായിട്ടുള്ള ബിരുദം. അപ്പോൾ അതായത് ഇപ്പോൾ നമുക്ക് ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞവർക്ക് BAയും അതുപോലെ സയൻസ് കഴിഞ്ഞവർക്കൊക്കെ BSc അല്ലെങ്കിൽ BTech ഒക്കെ ആ ബിരുദത്തോടു കൂടി നമുക്ക് നിശ്ചിതമായുള്ള ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുകയും അങ്ങനെ നിങ്ങൾക്ക് ആ ട്രെയിനിങ് ഈ പറയുന്ന നാഷണൽ ഡിഫൻസ് അക്കാദമിയിലും നേവൽ അക്കാദമിയിലൊക്കെ ആയിട്ട് നിങ്ങൾ പൂർത്തിയാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ആർമിയിലാണെങ്കിൽ ലെഫ്റ്റനൻറ്റ്, അതുപോലെ നേവിയിലാണെങ്കിൽ സബ് ലെഫ്റ്റനൻറ്റ്, അതുപോലെ നിങ്ങൾക്ക് എയർഫോഴ്സിലാണെങ്കിൽ ഫ്ലൈയിങ് ഓഫീസർ, ഈ പറയുന്ന തസ്തികയിലേക്കായിരിക്കും നിങ്ങളെ നിയമിക്കുക. അപ്പോൾ അതിൻ്റെ ഇനീഷ്യൽ ആയിട്ടുള്ള പേ സ്കെയിൽ എന്ന് പറയുന്നത് നമുക്കൊരു 50,000 മുകളിൽ അല്ലെങ്കിൽ 1,00,000 ഇടയിലായിട്ടുള്ള സാലറി ആയിരിക്കും. ഒട്ടനവധി അലവൻസ് നിങ്ങൾക്കറിയാം, ആർമിയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി അലവൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നേവി ആണെങ്കിലും എയർഫോഴ്സ് ആണെങ്കിലും ഒട്ടനവധി അലവൻസും കാര്യങ്ങളുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് 2 വർഷം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോ വിങ്ങിലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ ക്യാപ്റ്റൻ, ലെഫ്റ്റനൻറ്റ്, ദെൻ ഈ പറയുന്ന ഫ്ലൈറ്റ് ലെഫ്റ്റനൻറ്റ്, അതുപോലെ മേജർ മുതൽ നിങ്ങൾക്ക് ജനറൽ, അതായത് ആർമിയിലാണെങ്കിൽ ജനറൽ, മറ്റേത് ഈ പറയുന്ന നേവിയിലാണെങ്കിൽ നമുക്ക് അഡ്മിറൽ, ദെൻ നിങ്ങൾക്ക് ഈ പറയുന്ന എയർഫോഴ്സ് ആണെങ്കിൽ എയർ ചീഫ് മാർഷൽ വരെ ആകാവുന്ന ഒരു കാറ്റഗറിയിലുള്ള പൊസിഷനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത്. കാരണം ഇത് അറിയാത്തവരുണ്ടായിരിക്കും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് +2 വെച്ച് നിങ്ങൾ അങ്ങോട്ട് കയറിയാൽ മതി. ബാക്കി നിങ്ങൾക്ക് ബിരുദം എടുത്ത് തരുന്നതും അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള ട്രെയിനിങ് തരുന്നതും ഒക്കെ ഈ പറയുന്ന നാഷണൽ ഡിഫൻസ് അക്കാദമിയും അതുപോലെ തന്നെ ഈ പറയുന്ന നേവൽ അക്കാദമിയുമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. അതിനുശേഷം ഇതിലേക്ക് എക്സാം ഉണ്ടായിരിക്കും. ടോട്ടൽ നമുക്ക് വരുന്നത് 1800 മാർക്കിൻ്റെ എക്സാമാണ്. ടോട്ടൽ എക്സാം എന്ന് പറഞ്ഞാൽ നമുക്ക് റിട്ടൺ എക്സാമിനേഷൻ 900 മാർക്കും പിന്നെ നമുക്ക് SSB ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അത് നമുക്ക് 900 മാർക്കിനാണ് വരുന്നത്. അപ്പോൾ അതിനൊക്കെ കുറിച്ചിട്ട് വിശദമാക്കുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ എങ്ങനെയാണ് നമ്മളിതിൽ അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മുടെ UPSC അതായത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് ഇതിലേക്കുള്ള ആ ഒരു റിട്ടൺ എക്സാമിനേഷനൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നോട്ടിഫിക്കേഷൻ ഡേറ്റ് ഇവിടെ കാണാൻ നിങ്ങൾക്ക് 15/5/2024 ഓക്കെ. ഇതിലേക്ക് ഓൺലൈൻ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 4/6. നിങ്ങൾക്ക് ജൂൺ 4 വരെ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷ നൽകാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ നാഷണൽ ഡിഫൻസ് അക്കാദമി, നേവൽ അക്കാദമി എക്സാമിനേഷൻ സെക്കൻഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ 2024. അപ്പോൾ വർഷത്തിൽ 2 എക്സാമാണ് ഇവർ വിളിക്കുന്നത് ഈ പറയുന്ന ആർമി നേവിയിലേക്കൊക്കെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഓൺലൈനായിട്ട് നമ്മൾ അപേക്ഷിക്കുന്ന സമയത്ത് ഫോട്ടോഗ്രാഫൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, 10 ദിവസത്തിൻ്റെ ഉള്ളിൽ എടുത്ത ഫോട്ടോ ആയിരിക്കണം. അപ്പോൾ നമ്മൾ അതിൽ ഫോട്ടോയിൽ എന്ത് ചെയ്യണം വെച്ചാൽ നമ്മുടെ പേരും അതുപോലെ ഡേറ്റ്, നമ്മൾ എന്നാണ് ഫോട്ടോ എടുത്തതെന്നുള്ള ഡേറ്റും നമ്മൾ എന്ത് ചെയ്യണം, അത് പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്യണം കേട്ടോ. ഓക്കെ, അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, 10 ദിവസത്തിൻ്റെ ഉള്ളിൽ ലേറ്റസ്റ്റ് എടുത്ത ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. പിന്നെ നിങ്ങളുടെ ഫേസ് 3/4 നമ്മുടെ ടോട്ടൽ സ്പേസിൽ നമ്മളെ 4/3 ഭാഗവും നമ്മുടെ ഫേസ് കവർ ചെയ്യുന്ന രീതിയിൽ വ്യക്തമായിട്ട് ഫേസ് ഒക്കെ ക്ലിയർ ആവുന്ന രീതിയിലായിരിക്കും നമ്മൾ ഫോട്ടോ എടുക്കേണ്ടത്. അപ്പോൾ സാധാരണ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ പോരാ, പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്റ്റുഡിയോയിൽ പോയിട്ട് പറഞ്ഞിട്ട് ആ രീതിയിലായിരിക്കണം എടുക്കേണ്ടത്. ഓക്കെ, ഇനി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. ഇതിൻ്റെ ഒരു കോഴ്സ് തുടങ്ങുന്നത് ഏകദേശം നമുക്ക് 2 ജൂലൈ 2025 കേട്ടോ. ഓക്കെ, അതായത് ഈ പറയുന്ന ട്രെയിനിങ് തുടങ്ങുന്നത് നമ്മൾ ഈ പറയുന്ന ഇന്ത്യൻ നേവൽ അക്കാദമിയിലും അതുപോലെ തന്നെ ഈ പറയുന്ന NDAയിലും ഇതിൻ്റെ ആ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2 ജൂലൈ 2025 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSCയുടെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ട്, പഠിക്കണമെങ്കിലൊക്കെ സമയമുണ്ട്. സെപ്റ്റംബർ 1 ഇതിൻ്റെ ഏകദേശ ടൈമാണ് കേട്ടോ പറയുന്നത്. ചിലപ്പോൾ അങ്ങോട്ടൊക്കെ നിൽക്കും. അപ്പോൾ സെപ്റ്റംബർ 2024 UPSCയുടെ കറക്റ്റ് ഡേറ്റ് ആവാറുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ നമുക്ക് കേരളത്തിൽ എക്സാം സെൻറ്റർ ഉണ്ട്. നിങ്ങൾക്കിവിടെ കാണാം കൊച്ചിയിൽ,
കോഴിക്കോട്, തിരുവനന്തപുരമാണ് കേരളത്തിൽ എക്സാം സെൻറ്റർ ഉള്ളത്. അപ്പോൾ അവിടേക്ക് പോയിട്ട് നമുക്ക് എക്സാം എഴുതാം. ഇതിൻ്റെ ഏജ് ലിമിറ്റാണ് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, അപ്പോൾ നിങ്ങൾ ചിലപ്പം എലിജിബിൾ അല്ലാതിരിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട. കാരണം ഇത് നമുക്ക് ഒരു അറിവാണ്. നിങ്ങളുടെ കൂട്ടുകാരിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന നിശ്ചിതമായുള്ള ഏജിലുള്ള നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. കാരണം ഇപ്പം നമുക്ക് പ്ലസ് ടു റിസൾട്ടൊക്കെ വന്നു, എല്ലാവരും എന്താണ് ഇപ്പം ഗ്രാജുവേഷനൊക്കെ എടുക്കുന്നതിന് വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ബെനിഫിറ്റ് ഞാൻ പറഞ്ഞു. നമുക്ക് എന്താണ് ഓഫീസർ റാങ്കിലേക്ക് നമുക്ക് പോസ്റ്റിങ്ങും, അത് മാത്രമല്ല നമുക്ക് എന്താണ് ഈ പറയുന്ന നമുക്ക് BA അല്ലെങ്കിൽ ഈ പറയുന്ന നമുക്ക് BSc BA പോലെയുള്ള കോഴ്സുകളും നമ്മൾ ഈ പറയുന്ന നിശ്ചിത ടൈം ഡ്യൂറേഷനിൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് മാത്രമല്ല നമുക്ക് ഉയർന്ന എന്താണ് ഈ പറയുന്ന പ്രൊമോഷൻ സാധ്യതയുള്ളൊരു പോസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നതും അതുപോലെ മെയിൽ ഓർ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് എന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അൺമാരീഡ് ആയിരിക്കണം, പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. മാരീഡ് ആയവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ ജനിച്ചിരിക്കേണ്ട സമയം ഇവിടെ പറയുന്നുണ്ട്. ഡേറ്റ് നിങ്ങൾക്ക് പറയാം, ഇവിടെ നോക്കിയാൽ മതി. നിങ്ങൾ ജസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇതിൽ യാതൊരു മാറ്റം ഉണ്ടാവില്ല കേട്ടോ. 2 ജനുവരി 2006 എന്താണ് മുൻപ് ജനിച്ചവരായിരിക്കരുത് കേട്ടോ നിങ്ങൾ. ഓക്കെ, അതായത് 2 ജനുവരി 2006 മുൻപ് ജനിച്ചവരായിരിക്കരുത്. അതുപോലെ തന്നെ 1 ജനുവരി 2009 ശേഷം ജനിച്ചവരും ആയിരിക്കരുത്. ഓക്കെ, അപ്പോൾ ഈ ഡേറ്റുകളുടെ ഇടയിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നുണ്ടോ നോക്കുക. ഓക്കെ, അപ്പോൾ 2 ജനുവരിക്ക് ശേഷമോ അല്ലെങ്കിൽ ഈ പറയുന്ന 2009 1 ജനുവരിക്ക് ഇടയിലായിട്ടുള്ള ഡേറ്റ് ഉണ്ടോ നോക്കുക. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഫോർ ആർമി വിങ്സ് ഓഫ് നാഷണൽ ഡിഫൻസ് അക്കാദമി. അപ്പോൾ നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ ആർമി വിങ്ങിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് +2 പാസ് ആയിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ജസ്റ്റ് +2 പാസ്സായാൽ മതി. അതിൽ നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, സയൻസ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് കൊമേഴ്സ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഇനി ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ഫോർ എയർഫോഴ്സ് ആൻഡ് നേവൽ വിങ്സ് ഓഫ് നാഷണൽ ഡിഫൻസ് അക്കാദമി. ആ നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ തന്നെ നമുക്ക് ആർമി വിങ്ങും ഉണ്ട്, അതുപോലെ തന്നെ എയർഫോഴ്സ് ഉണ്ട്, നേവൽ വിങ് ഉണ്ട്. അപ്പോൾ ആർമി വിങ്ങിൻ്റെ ക്വാളിഫിക്കേഷനാണ് ജസ്റ്റ് +2. ഏത് സ്ട്രീമിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഈ പറയുന്ന NDAയിൽ തന്നെ എയർഫോഴ്സിലേക്കും നേവൽ വിങ്ങിലേക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കുള്ള ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം എന്ന് വെച്ചാൽ നിങ്ങൾ +2 സയൻസ് ആയിരിക്കണം. സയൻസ് വെറുതെ പഠിച്ചാൽ പോരാ, നമ്മൾ PCM ആയിരിക്കണം എന്നാണ്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് നമ്മൾ സയൻസിൽ പഠിച്ചിരിക്കണം. നമ്മുടെ +2 സയൻസിൽ നമ്മൾ എടുത്ത് പഠിച്ചിരിക്കണം. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ എയർഫോഴ്സിലേക്കും നേവൽ വിങ്ങിലേക്കും അപ്ലൈ ചെയ്യാം. അത് മാത്രമല്ല ഇന്ത്യൻ നേവൽ അക്കാദമിയിലെ +2 കാഡറ്റ് എൻട്രിയിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രിഫറൻസ് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കണം, ഈ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് നമ്മൾ സയൻസ് എടുത്ത് പഠിച്ചവരായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് +2 കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. ഇനി ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഞാൻ വ്യക്തമാക്കി പറയുന്നുണ്ട് വീഡിയോയുടെ മറ്റൊരു ഭാഗത്ത്. പിന്നെ ഫീസാണ് SC/ST കാൻഡിഡേറ്റ്സിനും ഫീമെയിൽസിനൊന്നും എന്ത് ചെയ്യില്ല, യാതൊരു ഫീയും കൊടുക്കേണ്ട, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. മറ്റുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 100 രൂപയുടെ അപേക്ഷാ ഫീസ് നിങ്ങൾക്ക് സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഏതെങ്കിലും ബ്രാഞ്ചിൽ പോയിട്ട് അടയ്ക്കാം. ഇതിനെല്ലാം ഈസി ആയിട്ട് നമുക്ക് UPI, നമുക്ക് ഗൂഗിൾ പേ ഒക്കെ യൂസ് ചെയ്ത് ഡെബിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്ത് ഈസി ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ സെലക്ഷൻ മെത്തേഡാണ്. ഇതിലേക്ക് നമുക്ക് വരുന്നത് റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് SSB ടെസ്റ്റ് ഓർ ഇൻ്റർവ്യൂ ആണ്. അപ്പം ഈ പറയുന്ന 2 SSB ടെസ്റ്റ് ഓർ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഒരു 5-6 ദിവസത്തേക്കൊരു പ്രോസസ്സാണ് കേട്ടോ വരുന്നത്. അപ്പം നിങ്ങൾക്ക് എക്സാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. മാത്തമാറ്റിക്സ് 300 മാർക്കിനാണ് ഉണ്ടായിരിക്കുക. ജനറൽ എബിലിറ്റി ടെസ്റ്റ് നിങ്ങൾക്ക് 600 മാർക്കിനാണ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ടൈം ഡ്യൂറേഷൻ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതായിരിക്കും നിങ്ങൾക്ക് റിട്ടൺ എക്സാമിനേഷൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിൽ നിന്ന് സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് SSB ടെസ്റ്റ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക. അപ്പം ഇതിൽ നമുക്ക് 900 മാർക്ക്, ഈ പറയുന്ന SSB ടെസ്റ്റ് ഓർ ഇൻ്റർവ്യൂവിന് നമുക്ക് 900 മാർക്ക് വരും വെയിറ്റേജ്. അതുപോലെ നമുക്ക് ടെസ്റ്റിന് 900, അങ്ങനെ ആകെ മൊത്തം നമുക്ക് 1800 മാർക്കിൻ്റെതാണ് ഈ സെലക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ അതിൻ്റെ കൂടെ നടക്കും. പിന്നെ മെഡിക്കൽ ടെസ്റ്റാണ്, മെഡിക്കൽ ഫിറ്റ് ഓർ അൺഫിറ്റ് എന്നുള്ളതാണ്. ഇതിൻ്റെ സിലബസ്, റിട്ടൺ എക്സാമിനേഷൻ്റെ വ്യക്തമായ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ എവിടെയും പോകണ്ട, അതിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ തന്നെ ഉണ്ട്. ഓരോന്നിൻ്റെയും വ്യക്തമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ലിങ്കുകളും എന്താണ് ഇതിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡും ഉള്ള കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ലിങ്ക് തരും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഈ ഒരു പേജിലേക്കായിരിക്കും വരിക. നിങ്ങൾക്ക് ഇവിടെ കാണാം GOC എലിജിബിലിറ്റി. ജസ്റ്റ് സൂം ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിൻ്റെ കുറച്ച് ബ്രീഫ് ഇൻഫോ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ടേബിൾ കണ്ടന്റ് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് UPSC NDA ഫിസിക്കൽ സ്റ്റാൻഡേർഡ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ താഴോട്ട് പോകും കേട്ടോ. ഓക്കെ, ഇവിടെ കാണാം UPSC NDA ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് NDA ആർമിയിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. 152 സെൻറ്റിമീറ്റർ ആണ് വേണ്ടത്. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 152 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. ഇനി നമുക്ക് ഈ പറയുന്ന 150 സെൻറ്റിമീറ്റർ ഹൈറ്റ് 18 വയസ്സിന് താഴെയുള്ളവരാണെങ്കിൽ അവർക്ക് 2 സെൻറ്റിമീറ്റർ റിലാക്സേഷൻ ഉണ്ട്. അവർക്ക് 150 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഫ്ലൈം ബ്രാഞ്ചിലേക്കാണെങ്കിൽ 163 സെൻറ്റിമീറ്റർ. ഇനി NDA നേവിയിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് മെൻ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് 157 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. ദെൻ നിങ്ങൾക്ക് ഈ പറയുന്ന
വിമൻ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 152 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി. ഓക്കെ, ഇനി NDA എയർഫോഴ്സിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിൽ തന്നെ ഫ്ലൈയിങ് ബ്രാഞ്ചിലാണെങ്കിൽ 162.5 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. ഓക്കെ, അതുപോലെ തന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി ആണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 157.5 സെൻറ്റിമീറ്റർ മതി. ഇനി നിങ്ങൾ എയർഫോഴ്സിലെ ഫ്ലൈയിങ് ബ്രാഞ്ചിൽ ഫീമെയിൽ ആണെങ്കിൽ അവർക്ക് 182.5 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. ദെൻ ഗ്രൗണ്ട് ഡ്യൂട്ടി ആണെങ്കിൽ അവർക്ക് 152 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി ഫീമെയിൽ ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ വന്നിട്ട് നോക്കാവുന്നതാണ്. പിന്നെ സെലക്ഷൻ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ഇതിൽ കൊടുത്തിട്ട് കാണാൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കണം. അത് മാത്രമല്ല നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ നമ്മുടെ ചാനലിൽ കയറിയിട്ട് മുൻപ് നമ്മൾ NDAയുടെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിലൊക്കെ എന്താണ് റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാം. ഇനി അത് മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു, നമുക്ക് എന്താണ് ഈ പറയുന്ന നിശ്ചിതമായുള്ളൊരു ടൈം പീരീഡിലായിരിക്കും, അത് 3-4 വർഷമൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഒരു ട്രെയിനിങ് പീരീഡ് എന്ന് പറയുന്നത്. ആ ട്രെയിനിങ് പീരീഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾ ആർമി കാഡറ്റിലാണ് സെലക്ട് ആയെങ്കിൽ നിങ്ങൾക്ക് BSc അതായത് BSc കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ BA ഇതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഡിഗ്രി എന്ന് പറയുന്നത്. നേവൽ കാഡറ്റ് ആണെങ്കിൽ BTech ഡിഗ്രി ആയിരിക്കും. ഇതൊക്കെ നിശ്ചിതമായുള്ള ഡിസിപ്ലിൻ ഉണ്ട്. എയർഫോഴ്സ് കാഡറ്റ് ആണെങ്കിൽ BTech ഡിഗ്രി അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഡിഗ്രി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 3 വർഷം മുതൽ 4 വർഷം വരെയൊക്കെയാണ് ഇതിൻ്റെ ട്രെയിനിങ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അത് ഈ പറയുന്ന ഏമല നേവൽ അക്കാദമിയിലും അങ്ങനെ വിവിധ ഡിഫൻസ് അക്കാദമിയിലൊക്കെ വെച്ചിട്ടാണ് ഇതിൻ്റെ ട്രെയിനിങ് ഡ്യൂറേഷൻ ഉണ്ടായിരിക്കുക. പിന്നെ അതിൻ്റെ നമുക്ക് പേ ലെവൽ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ നോട്ടിഫിക്കേഷനിൽ കേട്ടോ. ഓക്കെ, പിന്നെ ഒട്ടനവധി അലവൻസി കാര്യങ്ങളുണ്ട് കേട്ടോ അതിൽ. നമ്മൾ സെലക്ട് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇനി നമ്മളിവിടെ അപ്ലൈ നൗ എന്നുള്ള ബട്ടൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്യാർന്ന് കൊടുക്കുക നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ലോഗിൻ ചെയ്യാനുള്ള പേജിലാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ UPSCയിലും നമ്മൾ എന്ത് ചെയ്യണം, OTR ചെയ്യണം, അതായത് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുവരെ UPSCയിൽ നിങ്ങൾ എക്സാമിനൊന്നും അപ്ലൈ ചെയ്തില്ല, നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ കാണാം, നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്യാം. ഓൾറെഡി നമ്മൾ മുൻപ് ഏതെങ്കിലും ആപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കുക അവിടെ. അതിനുശേഷം ഗെറ്റ് OTP എന്ന് കൊടുത്ത ഇമെയിലേക്ക് OTP വരും, ആ OTP ഇവിടെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്യാപ്ച കോഡ് വെച്ച് ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് ഇവിടെ മൊബൈൽ നമ്പർ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് മൊബൈൽ നമ്പർ ഇവിടെ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഗെറ്റ് OTP എന്നുള്ളത് കൊടുത്താൽ OTP നമ്മുടെ മൊബൈലിലേക്ക് വരും, അതിവിടെ അടിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഈ പറയുന്ന ക്യാപ്ച കോഡ് അടിച്ച് ലോഗിൻ ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഇനിയിപ്പം നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ന്യൂ രജിസ്ട്രേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേര് കാര്യങ്ങളൊക്കെ ബേസിക് ഡീറ്റെയിൽസ് ആണ്, വളരെ സിമ്പിളായുള്ള കാര്യങ്ങളാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുക. എത്രയും സിമ്പിൾ ഒരു ഫോമേ ഉള്ളൂ. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോം ഒന്ന് നിങ്ങൾ ഫില്ല് ചെയ്യുക. ഓക്കെ, വളരെ സിമ്പിളാണ്, അതുകൊണ്ടാണ് ഞാൻ ചെയ്ത് കാണിക്കുക. നമ്മൾ ഓൾറെഡി ഞാനിതിൽ അക്കൗണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യാത്തത്. വളരെ സിമ്പിളായിട്ട് ഒരു ഫോമാണ്, നിങ്ങൾക്ക് ഇതിങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഞാൻ സൂം ചെയ്ത് കാണിക്കാം. നിങ്ങളുടെ പേര് കൊടുക്കുക, അത് വെരിഫൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ മെയിൽ ഓർ ഫീമെയിൽ ഏതാച്ചാൽ കൊടുക്കുക, അത്രയൊക്കെ തന്നെ. ഡേറ്റ് ഓഫ് ബർത്ത് പിന്നെ ഇതിൽ പ്രത്യേകമായിട്ടൊന്നുമില്ല. ഓക്കെ, നമ്മുടെ ഫാദറിൻ്റെയും മദറിൻ്റെയൊക്കെ പേര് ഇതിൽ കൊടുക്കുക, മദറിൻ്റെ പേര് ഫാദറിൻ്റെ പേര് കൊടുക്കുക, അത് വെരിഫൈ ചെയ്യുക. പിന്നെ അത് മൈനോറിറ്റി സ്റ്റാറ്റസ്, നമ്മൾ മൈനോറിറ്റി റിലീജിയൻ ആണെങ്കിൽ യെസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക. ഓക്കെ, യെസ് കൊടുത്താൽ നിങ്ങൾക്ക് അവിടെ ഈ മൈനോറിറ്റി റിലീജിയൻ വരും, മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ഇതിൽ ഏതാ പെട്ടിച്ച് നമ്മളത് സെലക്ട് ചെയ്യുക. മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കുക, ആൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പർ ഉണ്ട് കൊടുക്കുക, ഇമെയിൽ ID കൊടുക്കുക, അത്ര തന്നെ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലെ ആ ഒരു റോൾ നമ്പർ രജിസ്റ്റർ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക. ഓക്കെ, പിന്നെ നമ്മൾ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ആണ്, നമ്മൾ അക്കൗണ്ട് എന്തെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ അത് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് ചോയ്സ് ആണ്, നിങ്ങൾക്ക് കൊടുക്കാം, അതിന് ആൻസറും കൊടുക്കാം. ഇതിന് ക്യാപ്ചർ കൊടുത്ത് സബ്മിറ്റ് കൊടുക്കാം. ഞാനിതിൽ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളിതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ലോഗിൻ ചെയ്തിട്ട് കാണിക്കാം നിങ്ങൾക്ക്. ഇപ്പോൾ ഞാനിതിൽ മൊബൈൽ നമ്പർ സെലക്ട് ചെയ്ത് ഞാൻ ലോഗിൻ ചെയ്ത മൊബൈൽ നമ്പർ യൂസ് ചെയ്തിട്ടാണ്. മൊബൈൽ നമ്പർ ഇവിടെ കൊടുത്തു, എന്നിട്ട് ഇവിടെ ഗെറ്റ് OTP എന്ന് കൊടുക്കുന്നു. നമ്മളെ മൊബൈലിലേക്ക് ഒരു OTP വരും, അത് അടിച്ചു കൊടുക്കുക. ഇപ്പോൾ എൻ്റെ മൊബൈലിലേക്ക് OTP വന്നിട്ടുണ്ട്, അടിച്ചു കൊടുക്കുക. നമ്മളവിടെ OTP അടിച്ചതിന് ശേഷം നമ്മൾ ഈ ക്യാപ്ചർ കോഡ് അടിച്ചു കൊടുക്കുക. ക്യാപ്ചർ കോഡ് അടിച്ചതിന് ശേഷം ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിതായി ഒരു പേജിലേക്കാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഡാഷ്ബോർഡാണ്, നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഓക്കെ, ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ, ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ്, ആപ്ലിക്കേഷൻ ഹിസ്റ്ററി, വ്യൂ പ്രൊഫൈൽ, ഓക്കെ, അപ്ഡേറ്റ് ഓർ എഡിറ്റ് പ്രൊഫൈൽ. നമ്മുടെ പ്രൊഫൈൽ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ മുൻപ് ഒരു റീസെൻറ്റ് ആക്ടിവിറ്റി ആണ്, മുൻപ് ഏതൊരു എക്സാമിൻ്റെ ഞാനിവിടെ ചെയ്തിരുന്നു, സെൻട്രൽ ആംഡ് പോലീസ് CAPFൻ്റെ. അതിപ്പോൾ അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല, നിങ്ങൾക്ക് ഡെമോ കാണിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ട് ഇവിടെ ഇൻകംപ്ലീറ്റ് എന്നുള്ളത് കാണിക്കും. അപ്പോൾ അങ്ങനെ കണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടും, അത് ഡേറ്റ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ എഡിറ്റ് ചെയ്ത് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷനുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം നാഷണൽ ഡിഫൻസ് അക്കാദമി ആൻഡ് നേവൽ അക്കാദമി എക്സാമിനേഷൻ സെക്കൻഡ് 2024 ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. അതിന് താഴെ ഒരു എക്സാം കൂടെ വന്നതിന് കൂടെ കാണാം, കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ സെക്കൻഡ്. ഇത് നമ്മൾ അടുത്തൊരു ദിവസം ചെയ്യുന്നതാണ്. നിങ്ങൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ചെയ്യാൻ കൺഫ്യൂഷൻ ആക്കേണ്ട വെച്ചിട്ടുണ്ട്, 2 നോട്ടിഫിക്കേഷൻ്റെ. ഓക്കെ, അപ്പോൾ രണ്ടിൻ്റെയും സെയിം ഡേറ്റ് ആണ് കേട്ടോ. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 4/6 തന്നെയാണ് കേട്ടോ. ക്ലോസിംഗ് ഡേറ്റ് ഇതിൻ്റെ 4/6 ആണ് ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പം പ്രത്യേകമായിട്ട് രണ്ടും ഒരേ സെയിം ഡേറ്റിലാണ് നോട്ടിഫിക്കേഷൻ വന്നത്. 15/5 ഇതും 15/5 ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പം ഈ വീഡിയോ കണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന നാഷണൽ ഡിഫൻസ് അക്കാദമി നേവൽ അക്കാദമിൻ്റെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിൻ്റെ ഈ പറയുന്ന
കോളം ഫസ്റ്റ് കോളത്തിൽ ഞാൻ ഇവിടെ കാണിക്കുന്നത് മാർക്ക് ചെയ്യുന്നതാണ് നിങ്ങൾ നോക്കണേ. നേരെയുള്ള ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഇതാ പാർട്ട് 1 രജിസ്ട്രേഷൻ എന്നിട്ട് കാണാൻ പറ്റും ഇവിടെ. ഓക്കെ, ഈ പാർട്ട് 1 രജിസ്ട്രേഷനിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും OTR നിങ്ങൾ മുൻപ് ചെയ്താണെങ്കിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള ലിങ്ക് ഇവിടെ ഉണ്ട്, വേണമെങ്കിൽ ചെയ്യണം നിർബന്ധമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക ഫോർ പാർട്ട് 1 എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അങ്ങനെ പാർട്ട് 1 ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാർട്ട് 2 ഫോട്ടോ അപ്ലോഡ് കാര്യങ്ങളൊക്കെയാണ് അതിൽ വരിക, ഡോക്യുമെൻറ്റ് അപ്ലോഡൊക്കെയാണ് വരിക. അപ്പോൾ നമ്മൾ എന്ത് വെച്ചാൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഫോർ പാർട്ട് 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാൻ നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻ ഉണ്ട്, അതൊക്കെ ഒന്ന് നിങ്ങൾ വായിച്ച് നോക്കുക. അതിന് ശേഷം യെസ് എന്ന് കൊടുക്കുക. നമ്മൾ ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കി എന്നുള്ളത്. അതിനുശേഷം നമുക്ക് ആപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ആവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് മുൻപ് ഞാൻ കൊടുത്ത ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പം ഇവിടെ എന്താണ് നിങ്ങൾ മാരീഡ് ആണ് അൺമാരീഡ് എന്നുള്ള ഇടയ്ക്ക് എന്താണ് ഡിഫോൾട്ട് ആണ് അൺമാരീഡ് തന്നെയാണ് വരുന്നത്. കമ്മ്യൂണിറ്റി നിങ്ങൾ ഏതാണ് SC ST OBC ഏതാ വെച്ചാൽ നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യാം. OBC ആണെങ്കിൽ നിങ്ങളോട് ഇവിടെ ചോദിക്കുന്നത് നിങ്ങൾ ക്രിമിലിയർ വിഭാഗത്തിൽപ്പെട്ടവരാണോ എന്നുള്ളവരാണ്. അപ്പം ക്രിമിലിയർ വിഭാഗത്തിന് യാതൊരുവിധ റിസർവേഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക OBC. ഇനി അതെല്ലാം നമുക്ക് നോൺ ക്രിമിലിയർ ആണെങ്കിൽ നമ്മൾ നോ എന്ന് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ നോൺ ക്രിമിലിയർ ആണെങ്കിൽ നമ്മളിവിടെ നോ ആണ് കൊടുക്കേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ ക്രിമിലിയർ ആണെങ്കിലാണ് യെസ് എന്ന് കൊടുക്കുക. ക്രിമിലിയർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിസർവേഷനോ കാര്യങ്ങളൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ നോൺ ക്രിമിലിയർ ആണെങ്കിൽ ഇവിടെ നോ ആണ് കൊടുക്കേണ്ടത്, OBCൻ്റെ അടിയിൽ നോ ആണ് കൊടുക്കേണ്ടത്. നിങ്ങൾ അത് ഓർത്ത് വെച്ചാൽ മതി. നിങ്ങൾക്ക് ഇവിടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കണം അങ്ങനെയാണെങ്കിൽ കേട്ടോ. ഞാനിവിടെ ജനറലാണ് എളുപ്പത്തിന് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് നമ്മളിവിടെ ഇതാക്കേണ്ടത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ +2 ഏതാണ് നമ്മൾ കഴിഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ഡ്രോപ്പ് ഡൗൺ മെനു ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 2 രീതിയിലുള്ള ഓപ്ഷനാണ് നിങ്ങൾക്കിവിടെ കാണാം. പാസ്റ്റ് +2 ക്ലാസ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, ഇക്വലൻ്റ് എക്സാമിനേഷൻ ബട്ട് നോട്ട് ഹാവിങ് ഫിസിക്സ് കെമിസ്ട്രി. അപ്പോൾ ഹ്യൂമാനിറ്റീസ് ഓർ കൊമേഴ്സ് പഠിച്ചൊരു ഫസ്റ്റ് ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ഈ സയൻസ് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പഠിച്ചവർ എന്ത് ചെയ്യുക, രണ്ടാമത്തെ ഓപ്ഷൻ ആക്കുക. ഇനി നിങ്ങൾ റിസൾട്ടൊക്കെ ഇപ്പം വന്നിട്ടുണ്ട്. ഇത് ഇപ്പം എന്താണ് ഈ പറയുന്ന നിങ്ങൾ അപ്പിയർ ചെയ്തവർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിൽ. പക്ഷേ ഓൾറെഡി നമുക്ക് റിസൾട്ടൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക് അപ്ലൈ ചെയ്യാം. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലേക്കാണെങ്കിൽ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ഫസ്റ്റത്താണ് സെലക്ട് ചെയ്യേണ്ടത്. ദെൻ സയൻസ് ആണെങ്കിൽ രണ്ടാമത്തെ സെലക്ട് ചെയ്യാം. ഓക്കെ, വായിച്ച് നോക്കണം നിങ്ങൾ കറക്റ്റായിട്ട്. അതിനുശേഷം അഡ്രസ്സാണ്, അഡ്രസ്സ് നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ കണ്ടിന്യൂ കൊടുക്കുകയാണ്. ഡീറ്റെയിൽസ് കൊടുത്തു, ബേസിക് ഡീറ്റെയിൽസ് മാത്രമേ കൊടുത്തുള്ളൂ. അതിനുശേഷം നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് വന്നിട്ടുണ്ട്. ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡിൻ്റെ ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ സ്കൂൾ ID കാർഡ് കൊടുക്കാം, ആധാർ കാർഡ് കൊടുക്കാം, ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാം, പാൻ കാർഡ് കൊടുക്കാം. അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പാസ്വേഡാണ് സെലക്ട് ചെയ്തത്. പാസ്വേഡ് ഞാനിവിടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ആണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ നമ്പർ കൊടുക്കണം. ID കാർഡിൻ്റെ നമ്പർ നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക, എത്ര അടിച്ചാൽ. അതിനുശേഷം നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, നമ്പർ തന്നെ അടിച്ചു കൊടുക്കുക കേട്ടോ. അത് കൺഫേം ചെയ്യാണ്ട് ഒക്കെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, സ്കാൻ ചെയ്ത ID കാർഡിൻ്റെ ഇതത് ഈ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ സ്കാൻ ചെയ്ത ഡോക്യുമെൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, PDF ഫോർമാറ്റിലാക്കിയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ബ്രൗസറിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് നമ്മളത് ക്ലിക്ക് ചെയ്തു, ഇവിടെ കാണാൻ പറ്റും അപ്ലോഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അതിനുശേഷം നമ്മളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് NDA NA എക്സാമിനേഷനിൽ ഏതാണ് പ്രിഫറൻസ്, നിങ്ങൾക്ക് എവിടെയാണ് ആദ്യം വേണ്ടത് എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്പേഴ്സാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് ആദ്യം വേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം കൊടുക്കണം. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടാത്തത് 0 കൊടുക്കാം. ഇപ്പോൾ എനിക്ക് ആദ്യം വേണ്ടത് എയർഫോഴ്സ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, എയർഫോഴ്സ് ആണ് എനിക്ക് ആദ്യം വേണ്ടത്. അപ്പോൾ ഞാൻ ആ കോളത്തിൽ 1 എന്നുള്ള നമ്പർ കൊടുത്തു. അടുത്ത വേണ്ടത് നേവൽ അക്കാദമിയിലാണെന്ന് വിചാരിക്കുക, അത് 2 എന്ന് കൊടുക്കുക. നമ്മൾ ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കണം കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഞാനിതിൽ സയൻസ് ആണ് കൊടുത്തത് കേട്ടോ. ഞാൻ മാറ്റിയിട്ട് സയൻസ് കൊടുത്തിട്ടുണ്ട്, എല്ലാം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. ഹ്യൂമാനിറ്റീസ് കൊടുക്കുന്നവർക്ക് നമുക്ക് ആർമിയിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഞാൻ അതിൽ പറയുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് കേട്ടോ. അപ്പോൾ അടുത്ത എനിക്കിപ്പം ആർമിയിൽ എനിക്ക് വേണ്ടാന്ന് വിചാരിക്കാം. അതിൽ വേണ്ടെങ്കിൽ നമുക്ക് 0 കൊടുക്കാം. ഓക്കെ, പിന്നെ ഇതിലാണ് എനിക്ക് വേണ്ടത്, അങ്ങനെയാണ് കൊടുക്കുന്നത് വിചാരിക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾ ഈ ഫ്ലൈങ് ബ്രാഞ്ചിലേക്കൊക്കെ അപ്ലൈ ഞാൻ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ചോദിക്കുന്നത് നമ്മൾ എപ്പോഴെങ്കിലും CPSS ഫെയിൽ ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ PABT അതായത് പൈലറ്റ് ആപ്റ്റിറ്റ്യൂഡ് ബാറ്ററി ടെസ്റ്റ്, അല്ലെങ്കിൽ ഈ പറയുന്ന കമ്പ്യൂട്ടറൈസ്ഡ് പൈലറ്റ് സെലക്ഷൻ സിസ്റ്റത്തിലൊക്കെ നമ്മൾ ഫെയിൽ ആയിട്ടുണ്ടോ മുൻപ് എപ്പോഴെങ്കിലും എന്നുള്ളതാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ നോ കൊടുക്കുക, അങ്ങനെ ഉള്ളവർ യെസ് കൊടുക്കണേ. ഓക്കെ, പിന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി നമ്മൾ അതിലേക്ക് നമ്മൾ പരിഗണിക്കുന്നുണ്ടോ എന്നുള്ളതാണ്, യെസ് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഈ പറയുന്ന എയർഫോഴ്സിൻ്റെ ഗ്രൗണ്ട് ഡ്യൂട്ടിയിലേക്കും താല്പര്യം ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കാം. ഇതൊക്കെ ഇവിടെയൊക്കെ നമ്മൾ നോ കൊടുത്താൽ മതി. അതായത് സൈനിക് മിലിറ്ററി സ്കൂളിലുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിലൊക്കെയാണ് അത് കൊടുക്കേണ്ടത്. ഇതൊക്കെ പിന്നെ വാർഡിൽ അതായത് മിലിറ്ററി ഓഫീഷ്യൽസുമായി ബന്ധപ്പെട്ടുള്ളവരുടെ മക്കൾ അങ്ങനെയുള്ളവർക്കൊക്കെയാണ് കേട്ടോ. അവരുടെ ഓഫീസേഴ്സിൻ്റെ അങ്ങനെയുള്ള റാങ്കിലുള്ളവരുടെ അവർക്കുള്ള ബെനിഫിറ്റ് അതൊക്കെ നമ്മൾ നോ എന്നാണ് കൊടുക്കേണ്ടത്. അവർക്കൊക്കെ നിശ്ചിതമായുള്ള മുൻഗണന ഒക്കെ ഉണ്ടായിരിക്കും. ഇവിടെ നമ്മൾ കണ്ടിന്യൂ കൊടുക്കാം. ഇതൊക്കെ ഫില്ല് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഇവിടെ കാണും. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. എല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ക്യാപ്ച കോഡ് ഉണ്ട്. ഇവിടെ ക്യാപ്ച കോഡ് നിങ്ങൾ അടിക്കാം, എന്നിട്ട് നമ്മൾ എഗ്രി എന്ന് കൊടുക്കുക കേട്ടോ. ഓക്കെ, ക്യാപ്ച കോഡ് അടിച്ചു, ഞാൻ എഗ്രി എന്ന് കൊടുക്കുകയാണ്.
എഗ്രി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാർട്ട് 1 ഒന്നും രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല കേട്ടോ, വേറെ എഡിറ്റ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അതെന്തെങ്കിലും ഇനി നമ്മൾ പാർട്ട് 2ലേക്കാണ് പോകുന്നത്. അങ്ങനെ പാർട്ട് 1 ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം യു ഹാവ് കംപ്ലീറ്റഡ് പാർട്ട് 1 രജിസ്ട്രേഷൻ. നമ്മൾ പാർട്ട് 1 രജിസ്ട്രേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ എക്സാമിനേഷൻ ഫീ എന്താണ്, പേ എക്സാമിനേഷൻ ഫീ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇതിലൂടെ നമുക്ക് ഓൺലൈനായിട്ടും നമുക്ക് SBIയുടെ ബ്രാഞ്ചിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഫീ അടയ്ക്കാം. പിന്നെ നമുക്ക് നേരെ ഡയറക്റ്റ് പോകുന്നത് ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചറാണ്. ഇത് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുന്ന പാർട്ടാണ്. അത് നമുക്ക് പാർട്ട് 2ലാണ് വരുന്നത്. അപ്പോൾ അത് ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കായിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനതൊരു ഡെമോ അക്കൗണ്ടാണ്, നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള പർപ്പസിനുള്ള അക്കൗണ്ട് ആയതുകൊണ്ട് ബാക്കി അങ്ങോട്ട് ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല. ഒന്നുമില്ല, നമുക്ക് ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന എക്സാം സെൻറ്റർ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത് കേട്ടോ. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരെ ഒന്ന് ഷെയർ ചെയ്യട്ടോ. നിങ്ങളുടെ ക്വാളിഫിക്കേഷനെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഏജ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ച് നമുക്ക് പുതിയ നോട്ടിഫിക്കേഷനൊക്കെ ഇടാൻ പറ്റും. നമുക്ക് സപ്പോർട്ടാവും. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.